ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എയർ ഫ്രയർ ചിക്കൻ റെസിപ്പിയാണ്. ഇന്ന് പക്ഷേ ഞാനല്ല, ഹസ്ബൻഡാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതൊരു 1.3 kg വെയിറ്റുള്ള കോഴിയാണ്. ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഗോതമ്പ് പൊടിയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ കോഴി നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ പീസ് നാരങ്ങേൻ്റെ നീര്, 1 ടേബിൾ സ്പൂൺ യോഗേർട്ട് ഇല്ലെങ്കിൽ തൈര്. ഇതൊക്കെയാണ് മസാലയിൽ ചേർത്തിരിക്കുന്നത്. ചിക്കനിൽ നമുക്ക് നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്നുണ്ട്. ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം. അങ്ങനെ ഇതാ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചിക്കൻ എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. 185 ഡിഗ്രിയിൽ 2 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മൾ എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബട്ടർ പേപ്പറിൻ്റെ മേലെയാണ് ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ചിക്കൻ റെസിപ്പി മാത്രമല്ല, എങ്ങനെയാണ് എയർ ഫ്രയർ യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലും കൂടിയാണ്. ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. 185 ഡിഗ്രിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ബ്രസ്റ്റിൻ്റെ സൈഡ് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്താൽ മതി. മറ്റേ സൈഡ് 25 മിനിറ്റ്സും. അങ്ങനെ ടോട്ടൽ 45 മിനിറ്റ്സ്. ആദ്യം നമ്മൾ 25 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മീറ്റ് വെന്തോന്ന് അറിയാൻ വേണ്ടി നമുക്ക് തെർമോമീറ്റർ യൂസ് ചെയ്യാം. ഇന്റേണൽ ടെമ്പറേച്ചർ 70 to 75 ഡിഗ്രി കാണിച്ച മീറ്റ് കുക്കായി എന്നാണ്. ചിക്കൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെജീസും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കുറച്ച് ക്യാപ്സിക്കം, ഓണിയൻ, ഇതൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ സൈഡ് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രസ്റ്റ് സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് മറ്റേ സൈഡിൽ തിരിച്ചിട്ടിട്ട് ആദ്യം കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. എന്നിട്ട് എക്സ്ട്രാ ബിറ്റ്സ് ഒരു ശരി.
വെൽ ഡൺ. നമുക്ക് ചിക്കൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം. വളരെ കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 74-75 ഡിഗ്രി അങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഈ പ്രോബ് യൂസ് ചെയ്ത് ജനറലി നമ്മൾ ബാർബിക്യൂ അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ജ്യൂസി 75 ആണെങ്കിൽ ജ്യൂസി ആയിട്ടിരിക്കും. 80-90 ആണെന്നുണ്ടെങ്കിൽ അകത്ത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഒരു 74.5 ഡിഗ്രി, അതായത് എൻ്റെ അർത്ഥം നമ്മൾ ഇനി ഇതിനെ എടുത്തിട്ട് ഒരു 15 മിനിറ്റ്സ് പുറത്ത് വയ്ക്കണം. കാരണം ഇതിനകത്തുള്ള ഹീറ്റ് കൊണ്ട് മീറ്റ് അകത്തിരുന്ന് കുക്കാവാൻ സ്റ്റാർട്ടാവും. ഗ്രാജുവലി ആ ഹീറ്റ് പുറത്തോട്ട് റെഡി ആയിട്ടാവും. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ ജ്യൂസി ആയിട്ട് സാധനം. ഇതിന് സെപ്പറേറ്റ് വെക്കാൻ പോകുന്നതാ ഒരു സവാള. ചിക്കൻ റെഡി. അപ്പം നമുക്ക് വെജീസും കൂടെ ഒന്ന് എയർ ഫ്രയറിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ടൈമിന് അതേ ജ്യൂസിൽ തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്തെടുക്കുക. ജനറലി സെറ്റിങ് ഈ വെജിറ്റബിൾസിൻ്റെ സെറ്റിങ്സിലാണ് വേണ്ടത്. 150 മാക്സ് 10 മിനിറ്റ്സ്. 10 വേണ്ട 5 വെച്ചാൽ മതി. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കി എടുത്താൽ, അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോകുന്നു. വെരി വെൽ കുക്ക്ഡ് ചിക്കൻ. കണ്ടോ ജ്യൂസി ജ്യൂസ് വരുന്നുണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ചിക്കൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ എയർ ഫ്രയറിൻ്റെ ഡെമോൺസ്ട്രേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.